നമസ്കാരം. 1947 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാനായി നടത്തിയ നീക്കങ്ങളിലാണ് അന്ന് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിലെ രാജകുടുംബാംഗങ്ങൾക്ക് പ്രിവി പേഴ്സ് എന്ന പേരിലൊരു പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നത്. വലിയ തുകയാണ് ഓരോ മാസവും ഇവർക്ക് ഇതിലൂടെ ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രിവി പേഴ്സ് എന്നുള്ള പദ്ധതി നിർത്തലാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ, ചില മേഖലകളിൽ ഇപ്പോഴും രാജകുടുംബാംഗങ്ങൾക്ക് സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത് സംബന്ധിച്ച ഒരു വാർത്ത പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ BBC സംപ്രേഷണം ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ അവധ് എന്ന സ്ഥലത്തെ നവാബിൻ്റെ പിൻഗാമിയായ ഫയാസ് അലി ഖാൻ എന്ന 90-കാരൻ പെൻഷൻ വാങ്ങാനെത്തുന്ന വാർത്തയാണ് അവർ വളരെ രസകരമായി കൊടുത്തിട്ടുള്ളത്. അവർ പറയുന്നത് 90 വയസ്സ് കഴിഞ്ഞതിൻ്റെ എല്ലാ അവശതകളും ഉണ്ടായിട്ടും ഏറെ സന്തോഷവാനായിട്ടാണ് ഫയാസ് അലി ഖാൻ ഈ പെൻഷൻ വാങ്ങാനായി എത്തുന്നത് എന്നാണ്. എന്നാൽ എത്ര രൂപയാണ് ഈ ഇദ്ദേഹത്തിന് ഒരു മാസം പെൻഷൻ കിട്ടുന്നത് എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. വെറും 9 രൂപ 70 പൈസ മാത്രമാണ് പെൻഷൻ. ഇത്രയും ചെറിയ തുക ആയതുകൊണ്ട് തന്നെ മാസങ്ങൾ കൂടുമ്പോഴാണ് അദ്ദേഹം പെൻഷൻ വാങ്ങാനായി ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത് ഈ ഒരു നിസ്സാര തുകയ്ക്കുള്ള പെൻഷൻ വാങ്ങുന്നതിനായി 500 രൂപയുടെയെങ്കിലും പെട്രോൾ അടിക്കേണ്ടി വരും എന്നാണ്. എന്നാലും പഴയ കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി എന്നുള്ള നിലയിൽ ഏറെ അഭിമാനത്തോടുകൂടി തന്നെയാണ് തങ്ങൾ ഈ പണം സ്വീകരിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇദ്ദേഹം പെൻഷൻ വാങ്ങാനെത്തുന്ന ഈ കെട്ടിടം തന്നെ 19-ാം നൂറ്റാണ്ടിൽ അന്നത്തെ നവാബുമാർ നിർമ്മിച്ചിരുന്നതാണ്. അങ്ങനെയും ഒരു ബന്ധം അവർക്ക് തമ്മിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലക്നൌവിലെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരോട് വന്ന കാലത്ത് ഈ അവധിലെ നവാബുമാർ ധാരാളം പണം കടമായി നൽകിയിരുന്നു എന്നാണ്. അഫ്ഗാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പല നവാബുമാരിൽ നിന്ന് ഇവർ പണം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വളരെ രസകരവും വിചിത്രവുമായൊരു അവസ്ഥയായിരുന്നു അന്ന് ഈ രാജകുടുംബാംഗങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് മുന്നോട്ട് വെച്ചിരുന്നത്. ഈ കടമായി നൽകുന്ന പണത്തിൻ്റെ മുതൽ തങ്ങൾക്ക് തിരികെ നൽകേണ്ടതില്ല എന്നും ഇതിൻ്റെ പലിശ തങ്ങളുടെ പിൻഗാമികൾക്ക് നൽകണമെന്നുമായിരുന്നു ഇതിൻ്റെ ഒരു വ്യവസ്ഥ. ഒരുപക്ഷെ നമുക്കിന്ന് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടമായി നൽകിയിരുന്ന ഈ പണത്തിൽ കുറേ ഭാഗം അവർ തിരികെ നൽകിയിരുന്നു. ഇതാദ്യം കൊൽക്കത്തയിലെ ഒരു ബാങ്കിലായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. പിന്നീട് പല ബാങ്കുകളിലായി മാറി മാറി നിക്ഷേപിച്ചു. ഇപ്പോൾ ഫലത്തിൽ ഏതാണ്ട് 26 ലക്ഷം രൂപയോ മറ്റോ ആണ് അവിടെ നിക്ഷേപമായിട്ടുള്ളത്. ഇതിൻ്റെ പലിശയാണ് ഇവർക്കെല്ലാവർക്കുമായി ഇങ്ങനെ വീതിച്ച് നൽകുന്നത്. ഇപ്പോൾ രാജകുടുംബാംഗങ്ങൾ പറയുന്നത് തീരെ തുച്ഛമായ തുകയാണ്, തങ്ങളെ അവമാനിക്കുന്നത് പോലെയാണ് എന്നാണ് അവർ പറയുന്നത്. തുക കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇപ്പോഴും അതിനുള്ള അനുകൂലമായ നിലപാടുണ്ടായിട്ടില്ല. ഏതായാലും കോടതി സമീപിക്കാനാണ് ഇവർ നീക്കം നടത്തുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു പെൻഷൻ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഇവരെല്ലാവരും തന്നെ എപ്പോഴും അഭിമാനം കൊള്ളുന്നവരായിട്ടാണ് ഈ വാർത്തയിൽ കാണുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന സവിശേഷത ഈ തലമുറകൾ പിന്നിടും തോറും ഈ പെൻഷൻ കിട്ടുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നാണ്. ഉദാഹരണമായി ഒരാൾക്ക് 100 രൂപയാണ് മാസം പെൻഷൻ കിട്ടുന്നത് എങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 2 മക്കളുണ്ടെങ്കിൽ 50 രൂപ വീതമാവും പിന്നെ പെൻഷൻ. അവരുടെ കാലശേഷം അവരുടെ മക്കൾക്ക് കിട്ടുന്ന തുക വീണ്ടും കുറയും. ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ 9 രൂപ 70 പൈസയൊക്കെ മാസം പെൻഷനായി ലഭിക്കുന്നത് തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു തുടർച്ചയായിട്ടാണ് എന്ന് വേണം നമ്മൾ കരുതുന്നത്. കാരണം തലമുറകൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ 1800-കളിലാണ് ഈ പണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കടമായി നൽകിയിരുന്നത്. ഇപ്പോൾ നമുക്ക് 2025 ആയിരിക്കുന്നു. എന്നാൽ അന്നത്തെ വലിയ തുക ഒരുപക്ഷെ ഇന്ന് ചെറിയ തുകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പലിശ തീരെ തുച്ഛമായിരിക്കുന്നത്. പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ പെൻഷൻ നൽകുന്നതിനെ പോലും എതിർക്കുകയാണ്. അവർ പറയുന്നത് ഇത് പഴയ ഫ്യൂഡൽ മനോഭാവത്തെ അംഗീകരിക്കുന്നതാണ് ഈ പെൻഷൻ എന്നാണ്. ഒരു കാരണവശാലും ഇവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന്. ഇവരിൽ പലരും വളരെ നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ തന്നെയാണെന്ന്, ഇപ്പോഴും വളരെ ആഡംബര ജീവിതം നയിക്കുന്നവർ തന്നെയാണ് എന്നുമാണ്. വെറുമൊരു അലങ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ പണം അനുവദിക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നും ഈ പണമൊക്കെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുമാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്.